അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഈ കാണുന്നതാണ് അബ്ദുൾ റഹീം എന്നൊരു ചെറുപ്പക്കാരൻ, 35 വയസ്സ്, അടിപൊളി സുന്നി പ്രവർത്തകൻ, SKSFിൻ്റെ സജീവ പ്രവർത്തകൻ. ഒരു കാര്യം ചോദിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും സമീപിച്ചാൽ അത് ചെയ്തു തീർത്തിട്ട് സ്വന്തം കാര്യം ചെയ്യൂ. അങ്ങനെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ് അബ്ദുൾ റഹീം എന്ന 35-കാരൻ. ഭാര്യയുണ്ട്, 2 ചെറിയ മക്കളുണ്ട്, സന്തോഷത്തോടെ ജീവിതം നയിക്കുന്ന ഒരാൾ. കഴിഞ്ഞ ദിവസം ഭാര്യയ്ക്ക് മക്കളോടൊക്കെ യാത്ര പറഞ്ഞ് മക്കൾക്ക് മുട്ട നൽകിയിട്ട് തൻ്റെ പിക്കപ്പ് വാനുമായിട്ട് മണൽ എടുത്തിട്ട് സപ്ലൈ ചെയ്യലാണ് അബ്ദുൾ റഹീമിൻ്റെ ജോലി. അങ്ങനെ ജോലിക്ക് പോയതാണ്. ആ ജോലിക്ക് പോയിട്ട് കൂടെ മുഹമ്മദ് എന്ന് പേരുള്ള SKSFിൻ്റെ ഒരു പ്രാദേശിക നേതാവും കൂടിയുണ്ട്. 2 പേരും കൂടിയാണ് ജോലി. പക്ഷേ ഒരിക്കലും അബ്ദുൾ റഹീം വിചാരിച്ചില്ല അന്നത്തെ വീട്ടിൽ നിന്ന് പോകുന്നൊരു യാത്ര തൻ്റെ മടക്കമില്ലാത്തൊരു യാത്രയായിരിക്കുമെന്നുള്ളത്. ഇവന് അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊടുന്നനെ 2-3 ബൈക്കുകളിലായിട്ട് ചില സംഘം ആളുകൾ വന്നു. അതിദാരുണമായിട്ടാണ് ഈ 2 പേരെയും വെട്ടിയത്. അബ്ദുൾ റഹീം എന്നുള്ള 35 വയസ്സുള്ള ചെറുപ്പക്കാരൻ, പള്ളിയുടെ സെക്രട്ടറി, ആ നാട്ടിലുള്ള മൊഹീദ്ദീൻ ജുമാ മസ്ജിദ് എന്ന് പറയുന്ന ഒരു പള്ളിയുടെ സെക്രട്ടറി കൂടിയാണ്. ആ ഒരു അബ്ദുൾ റഹീമിനെ അതിദാരുണമായിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. ഗുരുതരമായി പരിക്കേറ്റ മുഹമ്മദ് എന്ന SKSFിൻ്റെ ആ പ്രാദേശിക നേതാവ് അത്യാസന്ന നിലയിൽ ചികിത്സയിലാണ്. ഇത് മംഗളൂരുവിലെ മലയാളികളൊക്കെ താമസിക്കുന്ന ഒരു ഭാഗത്ത് ഇന്നലെ നടന്നൊരു വളരെ വളരെ ക്രൂരമായൊരു കൊലപാതകമാണ്. എന്താണ് ഇതിൻ്റെ കാരണം എന്ന് ചോദിച്ചാൽ, ജനിച്ച മതം, വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ, അതുമാത്രമേ ഉള്ളൂ. തീവ്ര ഹിന്ദുത്വ വിഭാഗത്തിലെ സംഘടനയിലെ ആളുകളാണ് ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് എന്നാണ് പോലീസ് പറയുന്നത്. ആ നാട് മുഴുവൻ 30-ാം തീയതി വരെ മുഴുവനും നിരോധനാജ്ഞയാണ്. ഇന്നലെ അവിടെ മുസ്ലിം സംഘടനകളൊക്കെ കനത്ത പ്രതിഷേധവുമായിട്ട് മുന്നിട്ടിറങ്ങിയിരുന്നു. കാരണം പെരുന്നാൾ ആഘോഷിക്കേണ്ട ഒരു കുടുംബം, പെരുന്നാൾക്ക് വേണ്ടി മക്കൾക്ക് ഡ്രസ്സ് എടുത്ത് ഈ ബലിപെരുന്നാൾ സന്തോഷത്തോടെ കഴിയേണ്ട ഒരു കുടുംബത്തിലേക്കാണ് ഇതുപോലെ ക്രൂരമായുള്ള ഒരു വിധി മനഃപൂർവ്വം വെച്ചു കൊടുത്തത്. അള്ളാഹു ആ യുവാവിന് മഗ്ഫിറത്തും മർഹമത്തും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. രക്തസാക്ഷിയുടെ പദവിയാണ്. നമ്മൾ ഈ ഒരു പക്ഷേ വീഡിയോ കാണുന്ന ആളുകൾക്ക് അബ്ദുൾ റഹീമിനെ നമ്മുടെ ഈ മംഗലാപുരം, കാസർഗോഡ് സൈഡിലൊക്കെ ഉള്ള വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു പക്ഷേ ഇവരെയൊക്കെ അറിയുമായിരിക്കും. ഏതെങ്കിലും മലയാളികളുമായിട്ട് ബന്ധമുള്ള ആളുകളാണെങ്കിൽ ആ വിവരങ്ങൾ പങ്കുവെക്കണം. SKSF എന്ന് പറയുന്ന ആധികാരിക സുന്നി സംഘടനകളിലൊന്നാണ് SKSF. പക്ഷേ ഈ ഒരു മരണവിവരം അറിഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ ഇതുപോലെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആ സംഘടനയിൽപ്പെട്ട ഉസ്താദുമാരുണ്ട്. പക്ഷേ ഞാൻ ഒരു വീഡിയോയിലും ഈ ഒരു യുവാവിൻ്റെ പേര് പറഞ്ഞത് ദുആ ചെയ്യിക്കുന്ന ഒരു വീഡിയോ നിർഭാഗ്യവശാൽ ഞാൻ കണ്ടിട്ടില്ല. ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എൻ്റെ ഒരു സെർച്ചിങ്ങിൽ ഇത് കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാ, ഒരാളുടെയെങ്കിലും പ്രാർത്ഥന ഈ ദുൽഹിജ്ജ മാസത്തിൽ ഉണ്ടായാൽ അൽഹംദുലില്ലാ ഹൈറാണ്. നമ്മൾ ഈ പവിത്രമായൊരു മാസത്തിലാണ്, പെരുന്നാളിൻ്റെ സന്തോഷത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് അതിദാരുണമായ സംഭവം നടക്കുന്നത്. ഇപ്പോൾ ഖദീജ എന്ന് പേരുള്ള ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുകയാണ്. ഈ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന ഈ ഖദീജ നമ്മുടെ നാട്ടിൽ കുറച്ച് സംഭവം ഉണ്ടായി. അതായത് കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയിൽ ഈ കുറച്ച് ടൂറിസ്റ്റുകളെ ഒരു വിഭാഗം തീവ്രവാദികൾ വന്നിട്ട് അവരോട് കലിമ ചൊല്ലാൻ പറയുന്നു. പുരുഷന്മാരോട് മാത്രമാണ് പറയുന്നത്. അങ്ങനെ പുരുഷന്മാരായ മറ്റു മതവിശ്വാസികൾക്ക് ഇത് ഇസ്ലാം വിശ്വാസിയാണോ മറ്റു വിശ്വാസിയാണോ എന്നറിയാൻ കലിമ ചൊല്ലാൻ പറയുന്നു. കലിമ ചൊല്ലാൻ കഴിയാത്ത ആളുകളെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ കുറച്ച് ആളുകൾ മരണപ്പെടുകയും ഈ തീവ്രവാദ ആക്രമണം ഉണ്ടായപ്പോൾ പാകിസ്ഥാനുമായിട്ടുള്ള ഇന്ത്യയുടെ ബന്ധം വഷളായി ചില സംഘർഷങ്ങളുണ്ടായി. ഈ സംഘർഷങ്ങൾക്ക് നമ്മുടെ രാജ്യം കൊടുത്തൊരു തിരിച്ചടിയുടെ പേരാണ് ഓപ്പറേഷൻ സിന്ദൂർ. ഒരുപക്ഷെ നമ്മളൊക്കെ വാർത്തകളിലൊക്കെ കണ്ടതാണ്. അന്ന് ഈ ഓപ്പറേഷൻ സിന്ദൂറിനെ വിമർശിച്ചുകൊണ്ട് എന്തോ ഒരു കുറിപ്പ് ഫേസ്ബുക്കിൽ എഴുതിയതാണ് ഈ ഖദീജ എന്ന് പേരുള്ള 19-കാരി. ആ 19 വയസ്സുള്ള ഒരു കുട്ടിയുടെ അപക്വത ആളുകൾ വിളിച്ചു പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വിമർശിക്കാൻ. രാജ്യം ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഒരിക്കലും നമ്മുടെ സൈന്യത്തെയോ നമ്മുടെ രാഷ്ട്രത്തെയോ നമ്മൾ വിമർശിക്കാൻ പാടില്ല എന്നുള്ളൊരു ബോധം മിനിറ്റുകൾക്കകം ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുന്നു. കുട്ടി അത് ഫേസ്ബുക്ക് ഡിലീറ്റ് ആക്കിയിട്ട് മാപ്പ് പറയുന്നു. പക്ഷേ ചില വിഭാഗം ആളുകൾ പരാതി കൊടുത്തിട്ട് ഒരു ഭീകരവാദിയെ കൊണ്ടുപോകുന്ന പോലെ കുട്ടിയുടെ കോളേജിൽ നിന്ന് പുറത്താക്കുന്നു. പരീക്ഷ എഴുതാൻ സമ്മതിക്കുന്നില്ല. ആ കുടുംബം വേട്ടയാടപ്പെടുന്നു. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളും ജയിലടക്കപ്പെടുന്നു. ഇന്നലെ നമ്മുടെ രാജ്യത്തെ മുംബൈ ഹൈക്കോടതി ഇന്ന് സൂര്യൻ അസ്തമിക്കും മുമ്പ് ആ പെൺകുട്ടിയെ ജയിലിൽ നിന്ന് പുറത്തു വിടണമെന്ന ഉത്തരവ് കൊടുക്കേണ്ടി വന്നു. ഇന്നലെ ചൊവ്വാഴ്ചയാണ് ആ പെൺകുട്ടിക്ക് മോചിതയായത്. അവരോട് പറഞ്ഞ് പരീക്ഷ എഴുതാൻ ഒരു തടസ്സവും ഉണ്ടാവരുത്, ഹാൾ ടിക്കറ്റ് കൊടുക്കണം. എന്ത് വൃത്തികേടാണ് നിങ്ങൾ കാണിക്കുന്നത്? ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ ആ അഭിപ്രായം പറഞ്ഞ് പെൺകുട്ടിയുടെ പ്രായം 19 വയസ്സാണ്. പക്ഷെ അവളുടെ മതം എന്തായിപ്പോയി? ഖദീജ ബീഗം എന്നായിപ്പോയി. അതുകൊണ്ടാണ് അവൾ വേട്ടയാടപ്പെട്ടതെന്ന് പറഞ്ഞത് ഞാനല്ല, മുംബൈ ഹൈക്കോടതിയാണ് ഇന്നലെ പറഞ്ഞത്. എന്നിട്ട് അവളെ വിടാൻ വേണ്ടി ഉത്തരവിട്ടു. ഒരു കുട്ടിക്കൊരു തെറ്റു പറ്റിക്കഴിഞ്ഞാൽ അവൾ മാപ്പ് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് ഒരു ഭീകരവാദിയെപ്പോലെ അവളെ വേട്ടയാടുന്നത് എന്നുള്ളതാണ് നമ്മുടെ മുംബൈ ഹൈക്കോടതി ചോദിച്ചത്. അപ്പോൾ ഒരു മതത്തിലൊരാളാവുക അല്ലെങ്കിൽ ഒരു വിശ്വാസത്തിലൊരാളാവുക എന്നുള്ളത് പീഡിപ്പിക്കപ്പെടാനുള്ള ഒരു കാരണമായിട്ട് മാറുന്ന ഒരു സമയമാണ്.
ഇനിയൊരു കാലത്ത് ഇങ്ങനെ ഭക്ഷണത്തലികയിലേക്ക് ആളുകളുടെ കൈകൾ എത്രമാത്രം നീട്ടി വരുന്നത് പോലെ, ആളുകൾ ഇങ്ങനെ കൈയിട്ട് വാരുന്നത് പോലെ ഈ സമുദായത്തിന് ആളുകളെ പിച്ചു ചീന്തുന്നൊരു കാലമുണ്ടാകുന്ന, അത് നമുക്ക് ആൾബലങ്ങളില്ലാഞ്ഞിട്ടല്ല, നമുക്ക് സാമ്പത്തികമായുള്ള സോഴ്സ് ഇല്ലാഞ്ഞിട്ടല്ല. അപ്പം നമുക്കിടയിൽ പരസ്പര ഭിന്നത, പരസ്പരം കാലുവാരൽ, ഈ കാലുവാരി അയാൾ അതിൽ നിന്ന് പുറത്താക്കുക, എന്നിട്ട് പുതിയ ആളെ നിയമിക്കുക, ഇയാൾ എങ്ങോട്ട് പുറത്താക്കുക, ഇങ്ങനെ നമ്മൾ തമ്മിലുള്ള ഈ വിദ്വേഷവും ഭിന്നതയുമാണ് ശരിക്കും നമ്മുടെ ബലഹീനത. ഹബീബായ നബി പഠിപ്പിച്ചൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഈ ഉള്ളിലുള്ള ഈ ഭിന്നതയാണ് നമ്മളിങ്ങനെ ഈ വെള്ളത്തിൽ പോകുന്ന ചണ്ടി പോലെ നമ്മൾ പോകും. SKSF എന്ന് പറയുന്നൊരു സംഘടന കേരളത്തിലുള്ള സമസ്തയുടെ കീഴിലുള്ളൊരു വിദ്യാർത്ഥി വിഭാഗമാണ്. പക്ഷേ അതുമായി ബന്ധപ്പെടുന്ന ഒരുപാട് ഉസ്താദുമാരുടെ വീഡിയോകളും ഇതൊക്കെ വരുമ്പോഴൊന്നും SKSFൻ്റെ പ്രവർത്തകരായ പ്രാദേശിക നേതാവായ 2 പേർക്കാണ് ഈ അപകടം സംഭവിച്ചത്. അബ്ദുറഹീം എന്നുള്ള ചെറുപ്പക്കാരനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ നാട്ടിലൊക്കെ നല്ല പള്ളിയുടെ സെക്രട്ടറി ആവുക, പള്ളിക്ക് വേണ്ടി ജീവിക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ, അർഷിൻ്റെ തണൽ ലഭിക്കുന്ന 7 വിഭാഗം ആളുകളിൽ ഒരാൾ ആരാണ്? ദീനിനു വേണ്ടി ഒഴിഞ്ഞു വെച്ച ചെറുപ്പക്കാരാണെന്നാണ്. 7 വിഭാഗം ആളുകൾക്ക് അർഷിൻ്റെ തണൽ ലഭിക്കും. ഇതൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ചതാണ്. ആ 7 വിഭാഗം മുഴുവൻ ആളുകൾ ഞാൻ പറയുന്നില്ല. അതിൽപ്പെട്ട ഒരാൾ റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, പള്ളിയുമായി ഹൃദയബന്ധമുള്ള ഒരാൾ. പള്ളിയുമായൊരു പള്ളിയുടെ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഓൻ അതിൻ്റെ വരിസംഖ്യ പിരിക്കാനും പള്ളിയുടെ ഭരണകാര്യങ്ങൾ, അവൻ്റെ ഹൃദയം എപ്പോഴും ഏതുമായി ബന്ധപ്പെട്ടാണ്? ആ പള്ളി എന്ന കെട്ടിടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടല്ല. പള്ളി എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിടം മാത്രമായിട്ട് കാണുക, പള്ളി വികസിപ്പിക്കുക, പള്ളിയിൽ നല്ല കാർപ്പറ്റ് വിരിക്കുക, ഇങ്ങനെ പള്ളിക്ക് കുറേ വരുമാനം ഉണ്ടാക്കാനുപരി ആ പള്ളിയിൽ നമസ്കരിക്കാൻ വരുന്നവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക, യാത്രക്കാരൻ വന്നാൽ ബാത്റൂം തുറന്നു കൊടുക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക, സ്ത്രീകൾ വരുമ്പോൾ അവർക്ക് നിസ്കരിക്കാൻ സൗകര്യം ഉണ്ടാവുക, അവർക്ക് ബാത്റൂം സൗകര്യങ്ങൾ ഉണ്ടാവുക, ഇങ്ങനെ പള്ളിയിൽ വരുന്ന വിശ്വാസികൾക്ക്, പ്രാർത്ഥനയ്ക്കെത്തുന്നവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന, അവനവനും കൂടി നിസ്കരിക്കുന്ന ഒരു റജുലുൻ ഖൽബുഹു മുഅല്ലഖുൻ ബിൽ മസ്ജിദ്, ആ രീതിയിലുള്ള യുവാക്കൾക്ക് അർഷിൻ്റെ തണൽ ലഭിക്കുമെന്ന് ഹബീബായ നബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു യുവാവാണ് അതിദാരുണമായിട്ട് ഈ രീതിയിൽ ജീവൻ നഷ്ടപ്പെട്ടത്. ആ ഭാര്യ, 2 ചെറിയ മക്കൾ, പെരുന്നാൾ ആഘോഷിക്കേണ്ട ആളുകൾ, അതേപോലെ മുഹമ്മദിൻ്റെ കുടുംബം, അള്ളാഹു ആ യുവാവിന് ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും വിവരങ്ങൾ കൂടുതൽ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ആ വിവരങ്ങളൊന്ന് പങ്കുവെക്കണം. അവരൊന്ന് നമ്മൾ മരണപ്പെട്ടവർ എന്നല്ല പറയേണ്ടത്, ജീവിച്ചിരിക്കുന്ന ആളുകൾ, രക്തസാക്ഷികളായ ആളുകൾ, ജീവിച്ചിരിക്കുന്ന ആളുകളാണ് എന്നുള്ളതാണ് മതം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകിയ ആ യുവാവിനെ, മരണപ്പെട്ട അബ്ദുറഹീമിനെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഹജ്ജിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ ഹജ്ജിന് നമ്മൾ ദുൽഹിജ്ജ മാസത്തിലെത്തി. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ അറഫ സംഗമം എന്നാണ് എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിൽ പെരുന്നാൾ 7-ാം തീയതി ശനിയാഴ്ചയാണ്, 6-ാം തീയതി ആവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ നാട്ടിലെ പെരുന്നാൾ എന്താണ്, ഇന്നലെ മാസം കാണാത്തത് കൊണ്ട് ശനിയാഴ്ചയാണ്. അപ്പോൾ അറഫ സംഗമം എന്നാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മുടെ മക്കത്താണെങ്കിൽ ഹജ്ജിൻ്റെ എല്ലാ ഒരുക്കങ്ങളുമായി അനധികൃതമായിട്ട് ഹജ്ജിന് വരുന്ന ആളുകളെയൊക്കെ തടയാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. കഴിഞ്ഞ വർഷം തന്നെ ഹജ്ജിന് ഒരുപാട് പേര് സൂര്യാഘാതമേറ്റിട്ട് മരണപ്പെടുന്നൊരു ദുഃഖകരമായ സാഹചര്യം ഉണ്ടായി. അതിൽ 83% ആളുകളും അനധികൃതമായിട്ട് ഹജ്ജിന് വരുന്ന ആളുകളാണ്. അതായത് വിസയും രേഖകളൊന്നും ഇല്ലാതെ എങ്ങനെയെങ്കിലും പല ആളുകളും പല സഹായങ്ങളും ചെയ്തിട്ട് ഉള്ളിൽ കടക്കുക. അപ്പോൾ സർക്കാരിൻ്റെ കണക്കിൽ ഇവർ കണക്കിൽ പെടുന്നുമില്ല, ഇവർക്ക് കൃത്യമായുള്ള സൗകര്യങ്ങൾ കിട്ടുന്നില്ല, ഇവർക്ക് ടെൻറ്റുകളില്ല. അങ്ങനെ ഇവർ സൂര്യാഘാതമേറ്റ് പല സ്ഥലങ്ങളിലും ആളുകൾ മരണപ്പെട്ട ഒരു ദയനീയമായ ഒരു കാഴ്ച കഴിഞ്ഞ വർഷം ഉണ്ടായി. അത് ഇത്തവണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കനത്ത സെക്യൂരിറ്റിയാണ് സൗദി സർക്കാർ ഒരുക്കിയിട്ടുള്ളത്. ഒരു മനുഷ്യന് പോലും രേഖകളില്ലാതെ മക്കയിൽ താമസിക്കാൻ പറ്റില്ല. പ്രത്യേക തർഹീസ് രേഖകളൊക്കെ വേണം. ആ രേഖകളൊക്കെ കാണിച്ച അല്ലാത്തവരൊക്കെ ജിദ്ദയിലേക്ക് മാറുകയാണ്. അവിടെ നേരത്തെ താമസിക്കുന്ന ആളുകൾക്ക് ഈ രേഖ കിട്ടാത്ത ആളുകളൊക്കെ ജിദ്ദയിലേക്ക് മാറി വെറും ഹാജിമാരും അനുബന്ധ ആളുകളും മാത്രമായിട്ട് മാറുമ്പോൾ സുഖകരമായിട്ട് വിശ്വാസികൾക്ക്, അതായത് തീർത്ഥാടകർക്ക് വളരെ സൗകര്യപ്രദമായിട്ട് ഹജ്ജ് ചെയ്യാൻ കഴിയും. ജൂലൈ 4-നാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിക്കാൻ പോകുന്നത്. ആ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തിരക്കുകളാണ്. നമ്മുടെ വീഡിയോ കാണുന്ന പലരുടെയും പ്രിയപ്പെട്ടവർ ഹജ്ജിന് പോയിട്ടുണ്ട്. എല്ലാവർക്കും മഖബൂലായ ഹജ്ജും ഉംറയും ചെയ്യാൻ അള്ളാഹു സൗകര്യം, തൗഫീഖ് അള്ളാഹു ചെയ്തു കൊടുക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പലരും പല കുടുംബങ്ങളും വിളിച്ചിരുന്നു. ഹജ്ജിന് പോയ കുടുംബങ്ങളെ മക്കൾ വിളിച്ചു പറഞ്ഞു, നേരെ പോകാൻ പോകുന്ന യാത്രയാവുന്ന ആളുകളെ വിളിച്ചു പറഞ്ഞിട്ട് ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിങ്ങളോട് ദുആ ചെയ്യാൻ പറയാണ്. നിങ്ങൾ പോകുന്നൊരു സ്ഥലം അതീവ പുണ്യമുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കും ഇതുപോലെ അവിടെയൊക്കെ ചെല്ലാനും അതൊക്കെ കാണാനും അതൊക്കെ അനുഭവിക്കാനും അള്ളാഹു മഖബൂലായ ഹജ്ജും ഉംറയും ചെയ്യാനൊക്കെ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. കൂട്ടത്തിൽ ആ ഒരു യുവാവിനെ അബ്ദുറഹീമിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അള്ളാഹു അദ്ദേഹത്തിന് ഒരു രക്തസാക്ഷിയുടെ പ്രതിഫലം കൊടുത്ത് അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ചോദ്യം ഉത്തരങ്ങൾ എഴുതാൻ മറക്കരുത്. നമ്മുടെ ഇത്തവണത്തെ
അറഫാ സംഗമം എഴുതുമ്പോൾ ജൂലൈ 4, ജൂലൈ 5 ഇങ്ങനെ ഡേറ്റ് മാത്രം എഴുതിയാൽ പോരാ. അത് എന്നാണ് ദിവസം കൂടി, തിങ്കളാണോ വ്യാഴമാണോ വെള്ളിയാണോ ശനിയാണോ, ആ ദിവസം കൂടി എഴുതാൻ മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നലെ ചോദിച്ചതിൻ്റെ ഉത്തരം ഇന്നലത്തെ വൈകുന്നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ആവർത്തിക്കാതിരുന്നത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.